ഇന്ന് ശിവരാത്രിയാണ്. നമ്മളെല്ലാവരും വ്രതത്തിലാണ്. അപ്പോൾ ഉച്ചവരെ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ നേരം കൂട്ടി ഉച്ചയ്ക്ക് ശേഷം നമ്മളെന്ത് ചെയ്ത് ഒരു ശിവക്ഷേത്രത്തിലേക്ക് വന്നേ. നമ്മൾ കണ്ണൂർ മേലെ ചുവക്കുള്ളൊരു ശിവക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ല ബെസ്റ്റ് ക്ഷീണമുണ്ട് ഉച്ചവരെ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങി ഇങ്ങനെ അമ്പലത്തിലേക്ക് വന്ന്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെയുള്ള കാര്യങ്ങളും കാഴ്ചകളും കാണുമ്പോൾ എന്തായി, ആ വിശപ്പ് മക്കളും മറന്ന് നമ്മളും മറന്ന്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറണം. അപ്പോൾ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് അവിടെ ഈ ചുറ്റമ്പലത്തിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട്. അവിടുന്ന് ഒരു കുറി വാങ്ങി. അപ്പോൾ കുറി ഈ മോള് മമ്മിക്ക് തൊട്ടെടുക്കാൻ വേണ്ടി വാശി, അതുകൊണ്ട് മോളെന്നെ തൊട്ട് കൊടുത്തേ. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വിശപ്പുണ്ട് തന്നെ മക്കളെന്നെ നോക്കിയാട്ടെ. എല്ലാവരും വിശപ്പും കാര്യം എല്ലാം മറന്ന് ഇതാ ഓടിച്ചാടി തുള്ളിക്കളിയാണ് മക്കളെ. അതാണ് ഈ അമ്പലത്തിലെത്തിയുള്ള ഗുണം. നമ്മൾ അവിടുത്തെ ചുറ്റുപാട്, അവിടുത്തെ ശബ്ദം, സ്മെല്ല് ഇതെല്ലാം കിട്ടുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ മനസ്സെല്ലാം ഒന്ന് മാറും, ഒന്ന് ശാന്താകും. വിശപ്പെല്ലാം നമ്മൾ മറന്ന് നമ്മളപ്പോൾ അമ്പലത്തിന് ചുറ്റും ഒരു 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം. അങ്ങനെയാണ് അവിടുത്തെ ചടങ്ങ്. പിന്നെ അവിടെ ഒരുപാട് വഴിപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പായസമുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ശിവരാത്രി ആയതുകൊണ്ട് അതൊന്നും കഴിപ്പിച്ചിട്ടില്ല, കാരണം നമുക്കിപ്പോൾ അത് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടുന്ന് കുറി, ചന്ദനം അങ്ങനെയുള്ളത് വാങ്ങി. അപ്പം നമ്മൾ അമ്പലത്തിൽ തന്നെ കുറേ സമയം നേരം കൂട്ടിയേ. അവിടെ ചുറ്റമ്പലത്തിൽ വേറെയും ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അവിടെയും കയറി ഒരു 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം വേറെ തന്നെ. നമ്മളെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തിൽ അങ്ങ് അർപ്പിക്കുന്നു. നമ്മൾ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉണർത്തുന്ന സമയത്ത് നമ്മളെ ആഗ്രഹങ്ങൾ ഈ പറയല്ല, നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുകൾ എന്ന് പറഞ്ഞവരാ. അതുപോലെ ദൈവത്തിൻ്റെ മുന്നിൽ ഒരുപാട് ആഗ്രഹങ്ങൾ പറയുമ്പം അതിലേതെങ്കിലും ഒന്ന് ചെറുത് സാധിച്ചു കിട്ടിയാൽ ഭാഗ്യം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അമ്പലത്തിൽ പോകുക എന്നുള്ളത് നമുക്ക് നല്ലൊരു മനസ്സമാധാനം കിട്ടുന്നൊരു സംഭവം തന്നെയാണ്. കാരണം അവിടെയുള്ള മണിനാഥം മുതൽ ബാക്കിയുള്ള അമ്പലത്തിലെ പൂജാതി കർമ്മങ്ങൾ മുതൽ അവിടെയുള്ള സ്മെല്ല്, ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മണം മുതൽ വിളക്ക്, മറ്റു കാര്യങ്ങൾ, വിളക്ക് കത്തിക്കുമ്പോഴുള്ള മണം മുതൽ അങ്ങനെ എല്ലാം കൂടി മൂക്കിനും ചെവിക്കും ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു ഉന്മേഷം അവിടുന്ന് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശേഷ ദിവസമായാലും എന്താ പറയണ്ടേ, നല്ല ദിവസങ്ങളിലൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുന്നതെന്നുള്ളതാണ് കാര്യം. അപ്പം നമ്മൾ ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, തൊഴിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അമ്പലത്തിന് ഒന്ന് ചുറ്റിക്കറങ്ങുക. പിന്നെ എല്ലാ അമ്പലത്തിലും ഉള്ളതുപോലെ ഇവിടെ ചെറിയൊരു ചന്തയുണ്ട്. പിന്നെ കുട്ടികൾക്ക് അതാണല്ല കാര്യം. പിന്നെ മമ്മിക്ക് ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ ഫാൻസി മറ്റ് ഐറ്റംസുകൾ. മക്കൾക്ക് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, കളി സാധനം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മക്കൾ അവിടെ തന്നെ എന്തായാലും എന്തൊക്കെ ഒന്ന് എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കും. പക്ഷേ ഇവിടെയുള്ള പ്ലാസ്റ്റിക് നമ്മൾ സാധാരണ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് അല്ലേ. മിക്ക അമ്പലപ്പറമ്പിലും ഇതുപോലുള്ള ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക്കൊക്കെ കാണൽ. നമ്മൾ മാളുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ നല്ല അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടോ, പെട്ടെന്ന് പൊട്ടാത്ത. പക്ഷേ ഇവിടുത്തെ അവസ്ഥയിൽ ഇങ്ങനെയാണ്. എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് മക്കൾക്കൊരു സന്തോഷമാണ്. പിന്നെ വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ എനക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ മക്കൾ എന്തൊക്കെയോ നോക്കി, ഇതുപോലെ കറങ്ങുന്ന ഫാന് കാര്യങ്ങൾ ഇതൊക്കെ നോക്കി. പിന്നെ ഇതെല്ലാം വീട്ടിലുണ്ട്, അതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല. അപ്പോൾ മോനുണ്ട് ഒരു മാജിക് പെന്നെ. ആ പെന്നിനെ കൊണ്ട് കൈക്ക് ഇങ്ങനെ വരഞ്ഞിട്ട് ഈ ടോർച്ച് അടിക്കുമ്പോൾ ആ വരഞ്ഞത് കാണുക എന്നുള്ളതാണ് ഈ മാജിക് പെന്നിൻ്റെ പ്രത്യേകത. നമ്മളെ കാലത്ത് ഇങ്ങനത്തെ ഉണ്ടായിട്ടില്ല. മക്കൾക്ക് ഇതെല്ലാം കിട്ടീന്, അവരെ കാലത്ത് ഇതെല്ലാം ഉണ്ട്, അവരെ ഭാഗ്യമായിട്ട് നമുക്ക് പറയാം. ഇതാ മമ്മി വരുന്നുണ്ടേ. മമ്മി ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ ഫാൻസിൻ്റെ കുറച്ച് സാധനം തൂങ്ങുന്നുണ്ട്, വാങ്ങിയിട്ടില്ല. കാരണം വേറൊന്നുമല്ല, വാങ്ങാൻ കയ്യിൽ പണമില്ല. എൻ്റെ അടുക്ക പണം വാങ്ങാൻ വന്നതാണ്. അപ്പോൾ പൈസയും വാങ്ങി മമ്മി വിട്ടിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് കളിസാധനം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. മമ്മി അപ്പുറത്ത് മമ്മീൻ്റെ കമ്മൽ മറ്റ് സാധനങ്ങൾ നോക്കുന്നുണ്ട്, അത് വാങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതാ ചെരുപ്പ് വരുന്നില്ലേ, ചെരുപ്പ് വരുന്നുണ്ടെങ്കിൽ മമ്മീൻ്റെ കമ്മലാണ് ചെന്നത്. ഇതുപോലത്തെ ഫാൻസി സാധനങ്ങളാണ് മമ്മിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനാണെങ്കിൽ ഇതിന് നല്ലോണം പ്രോത്സാഹിപ്പിക്കും. കാരണം ഫാൻസി സാധനം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ലാഭമാണെന്നല്ല, സ്വർണ്ണത്തിൻ്റെ ഏതായാലും ഒക്കെ വാങ്ങിക്കൊടുക്കേണ്ടതല്ല. പിന്നെ ഓക്ക് സ്വർണ്ണം ഇട്ടാൽ വൃത്തി ഉണ്ടാവില്ല, ഓക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഫാൻസി കമ്മലുകൾ ഞാൻ ഇഷ്ടം പോലെ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇതുപോലെ മക്കൾക്കും വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലത്തെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കൊടുക്കുക. ഇത് ജാനുവിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, നല്ല ബട്ടർഫ്ലൈയെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ചെവിയിലിട്ടാൽ എന്തായാലും അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കൾക്കും സന്തോഷമായി, മമ്മിക്കും സന്തോഷമായി. നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് കണ്ണൂർ തന്നെയുള്ള പിള്ളിയാർ കോവിൽ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലാണ്. ഇവിടെയൊക്കെ ഒരു തമിഴ്നാട് സ്റ്റൈൽ എന്ന കാര്യങ്ങൾ ഒരു പ്രത്യേകത തന്നെയുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെ ബാക്കി അമ്പലത്തിനെക്കാട്ടും വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് എന്തായാലും 6:30ക്കാണ് നമ്മൾ വ്രതം മുറിക്കേണ്ടത്. അപ്പോൾ 6:30 വരെ നമുക്ക് സമയം കൂടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ അമ്പലങ്ങൾ ദർശനം ചെയ്ത് വരുമ്പോഴുള്ളൊരു സുഖം അത് വേറെ തന്നെയാണ്. വിശപ്പിൻ്റെ കാര്യം ഓർമ്മയുണ്ടാവില്ല, സമയം പോകുന്നതൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പം അമ്മയും മക്കളെല്ലാം കൂടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന അവിടുത്തത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിനെ പ്രദക്ഷിണം വെക്കുക വേണ്ടേ. നമ്മൾ 3 തവണ പ്രദക്ഷിണം വെക്കണം. അപ്പോൾ അതിനിടയിൽ ഇവിടെ ഈ നവഗ്രഹങ്ങൾ എന്നിട്ട് കുറച്ച് പ്രതിഷ്ഠകളുണ്ട്.
ഈ നവഗ്രഹങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ. എന്നാലും എനിക്ക് ഇതിനെപ്പറ്റി വിശാലമായിട്ട് അറിയില്ല. അപ്പം നമ്മൾ ഇതിന് ചുറ്റും ഏതാണ്ട് 9 തവണ അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെക്കണം. അപ്പോൾ ആ പ്രദക്ഷിണം കൂടി നമ്മൾ കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ പുറത്തവിടെ വന്നിരുന്നേ. അവിടെ കുറച്ച് സമയം ഇരുന്ന് നേരം കൂട്ടാന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ല നമ്മളെ സമയമായില്ല, നമുക്ക് 6:30 വരെ സമയമുണ്ട്. അതിനിടയിൽ അച്ഛമോക്കൊരാഗ്രഹം പപ്പേൻ്റെ ചെവിക്ക് ഈ പൂവാട ഇറുക്കി വെക്കണമെന്ന്. ഈ നെറ്റിക്ക് ചന്ദനം തൊടുമ്പോഴുള്ള അതേ ഗുണം തന്നെയാണെന്ന് പോലും ഈ തുളസി പൂക്കളൊക്കെ നമ്മുടെ ചെവിക്ക് പുറകെ വെക്കുമ്പോൾ. കാരണം അവിടുത്തെ സ്കിന്ന് വളരെ നൈസാണ്, അതിലൂടെ ശരീരത്തിനുള്ളിലേക്ക് ഇതിൻ്റെ ഗന്ധമ്മൽ ഇതിൻ്റെ പോസിറ്റീവ് പ്രവഹിക്കുന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, ഏതാണ്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടുന്നത് വ്രതം മുറിക്കേണ്ട ടൈമാണ്. അതിന് നമ്മൾ കണ്ണൂർ തന്നെയുള്ള ജീമാളിലുള്ള രസാവതി ഹോട്ടലിലേക്ക് വന്ന് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ അവിടെ നല്ല മസാല ദോശ അതുപോലുള്ള വെജിറ്റേറിയൻ ഐറ്റംസ് കംപ്ലീറ്റ് കിട്ടുന്ന ഒരു നല്ല റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. എടുത്ത ഫുഡ് ഫേമസ് ആണ് കണ്ണൂർ. അപ്പോൾ നമ്മൾ വന്നു, പിന്നെ എല്ലാവരും കൈയൊക്കെ കഴുകി റെഡി ആയിട്ടുണ്ട്. അപ്പം വ്രതം മുറിക്കണം. വ്രതം മുറിക്കണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് വ്രതം മുറിക്കേണ്ടത്. അപ്പോൾ പ്രാർത്ഥന ഏതാണ്ട് കഴിഞ്ഞ്, പക്ഷേ ഭക്ഷണം എത്തിയില്ല. ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്തിരിക്കുക. ഇത് അപ്പോഴത്തേക്ക് ഭക്ഷണം എത്തിയിട്ടുണ്ട്. മസാല ദോശയാണ്, സാമ്പാർ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മി നെയ്റോസ്റ്റിൻ്റെ ആളാണ്, മക്കൾ നെയ്റോസ്റ്റിൻ്റെ ആളാണ്. ദേവൂട്ടൻ പിന്നെ പൂരീൻ്റെ ആളാണ്, അവന് പൂരിയാണ് ഇഷ്ടം. പിന്നെ അതിൻ്റെ കൂടെ ഈ ഫ്രഞ്ച് ഫ്രൈസിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ചില്ലിയാണ്, അതും നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടി നല്ല അടിപൊളിയാണ് സംഗതി. രാവിലെ മുതലേ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഭക്ഷണത്തിലെല്ലാം നല്ല രുചിയുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റിൽ നല്ല സന്തോഷത്തോടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നമ്മളെ വ്രതമുറി പരിപാടിയൊക്കെ ഇവിടെ അങ്ങ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകേണ്ടത്. ഏതായാലും ശിവരാത്രി വ്രതം എടുത്തതിൻ്റെ ക്ഷീണോ കാര്യമൊന്നും ആയിരിക്കില്ല. എല്ലാവരും നല്ല ഉഷാറിലാണ്, നല്ല സന്തോഷത്തിലാണ്, നല്ല ഹാപ്പിയിലാണ്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് യാത്രയായി.